പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യമുതൽ എന്നേക്കും തന്നെ ആമേൻ. സഭാപിതാവായ മാർ അഫ്നെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രാർത്ഥന ആത്മാവിന്റെ ശ്വാസവും ആത്മാവിന്റെ ജീവനുമാണ്. ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്ന വാതിലാണ് പ്രാർത്ഥന. ഇന്ന് 40-ാം വെള്ളി. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ജീവിതം എന്നത് പ്രലോഭനങ്ങളും പരീക്ഷകളും നിറഞ്ഞതാണ്. സാത്താനിൽ നിന്ന് 3 പരീക്ഷണങ്ങൾ കർത്താവിന് നേരിട്ടിട്ടുണ്ട്. ഒന്നാമതായി, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുക എന്ന് കൽപ്പിക്കുന്നു. രണ്ടാമതായി, ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തിക്കൊണ്ട് നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക എന്നും പറയുന്നു. മൂന്നാമതായി, ഉയർന്ന മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തിനെയും കാണിച്ച ശേഷം അവിടെ വീണ് നമസ്കരിപ്പിൻ എന്നൊക്കെയും പറയുന്നു. പരീക്ഷകളും പ്രലോഭനങ്ങളും യേശുവിനെ ഏറെയും പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അതിലൊന്നും യേശുക്രിസ്തു വീണുപോയിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളും പ്രലോഭനങ്ങളും നമുക്കുണ്ടായെന്ന് വരും. അതിനെ അതിജീവിക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവത്തെ മുറുകെ പിടിച്ചാലേ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥന എന്നത് പിശാചിനെ തോൽപ്പിക്കാനുള്ള വലിയൊരു ആയുധമാണ്. നിന്റെ വചനം കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളാണ് വചനം. ഏത് തിരക്കിലും ഏത് സാഹചര്യത്തിലും മുടങ്ങാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ മാത്രമേ പ്രലോഭനങ്ങളും പരീക്ഷകളും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.